നമസ്കാരം ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്തെ യശോദമ്മയുടെ മടിയിലിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ കാണുന്ന പോലെ എന്ന് പ്രതീക്ഷിച്ച് ചെല്ലരുത്. കാരണം ഒരു വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിൽ ചന്ദനം ചാർത്താനുള്ള പരിമിതികൾ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കത് കണ്ടാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ യശോദമ്മയെ ശരിക്കും യശോദമ്മയുടെ ആ ഒരു ശിരസിന്റെ ഭാഗം ഈ ഭാഗത്തായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉടല് പോകുന്നുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കണം. മുമ്പില് ഉണ്ണികൃഷ്ണനുണ്ട്. കാലിന്റെ ഭാഗം, പാദത്തിന്റെ ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ണികൃഷ്ണൻ ഇരിക്കുകയാണ് എന്ന് പറയുന്നു എങ്കിലും ആ ഇരിക്കുന്നതിന്റെ ഫിനിഷിങ്ങും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവില്ല. നിൽക്കുക എന്നാ തോന്നുക. എന്തായാലും യശോദമ്മയും ഉണ്ണികൃഷ്ണനും കൂടിയായിരുന്നു ഇന്നലെ ശ്രീലകത്ത്. നമ്മുടെ പൊന്നുണ്ണികൃഷ്ണൻ ഇടയ്ക്ക് അങ്ങനെയും വേണ്ടേലേ. മേൽപ്പത്തൂരിന്റെ നാരായണീയം വർണ്ണിക്കുന്ന സമയത്ത് ആചാര്യൻ പറയാറുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ടെന്ന്. രുക്മിണി ദേവി ഉണ്ട്, അതായത് സാക്ഷാൽ ശ്രീ ഭഗവതി ലക്ഷ്മി ദേവി ഉണ്ട്, രാധാറാണി ഉണ്ട്, നാരദ മഹർഷി ഉണ്ട്, ഉപനിഷത്ത് സുന്ദരിമാരെല്ലാവരും ഉണ്ട്, അതായത് ഗോപികമാരെല്ലാവരും ഉണ്ട്, യശോദമ്മയുണ്ട്, നന്ദഗോപരുണ്ട്, വസുദേവരുണ്ട്, ദേവകിയമ്മയുണ്ട്, എല്ലാവരും ഇവിടെ സന്നിഹിതരാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എവിടെയാണോ ഉള്ളത് അവിടെ എല്ലാവരും ഉണ്ടാവൂലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ വൈകുണ്ഠം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രം തന്നെ ആയിരിക്കും വൈകുണ്ഠം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ ഒരു മോഹത്തിനെ കുറിച്ച് നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടില്ലേ, ഇൻവിസിബിൾ ആവാൻ സാധിച്ചിരുന്നെങ്കിൽ, അദൃശ്യമായി പോവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന എത്ര നേരം വേണമെങ്കിലും നിന്ന് തൊഴാലോ എന്നൊക്കെ. അതേപോലെ എൻ്റെ ഒരു സങ്കല്പം ഇടയ്ക്ക് എൻ്റെ അച്ഛൻ ഇവിടെ അദൃശ്യനായിട്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാവും, ഗുരുവായൂരപ്പൻ്റെ അടുത്തുണ്ടാവും, അദൃശ്യമായിട്ടായിരിക്കും, നമുക്കൊന്നും കാണാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മളും ഈ ധാമം വിട്ട്, ഈ ഭൂമി വിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ ഈ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ എത്തണേ എന്ന് പ്രാർത്ഥിക്കാല്ലേ നമുക്ക് ഓരോരുത്തർക്കും. എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരുണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്നലത്തോടെ നമ്മൾ രാമായണം കഥയൊക്കെ അവസാനിപ്പിച്ചതാണ് അല്ലേ. അപ്പൊ ഇന്ന് പറയാനൊരു കഥയിലൂടെ എന്നെ തുടങ്ങാന്ന് വിചാരിച്ചാൽ എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മയില്ല കേട്ടോ. മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതല്ല ഓരോ എപ്പിസോഡും. ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാറാണ് പതിവ്. നമ്മളിതിൻ്റെ ഇടയ്ക്ക് മുൻപ് കുറച്ചു കാലം ആദ്യം ഒരു കഥ പറഞ്ഞു തുടങ്ങാറുണ്ട് അല്ലേ. അതൊരു രസകരമായിട്ടുള്ള എപ്പിസോഡുകളായിരുന്നു എന്ന് എനിക്ക് പിന്നീട് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് ആദ്യത്തെ ചോദ്യം. സവിത നമസ്കാരം. കുറച്ചു ദിവസം മുന്നേ ഗുരുവായൂര് സ്വപ്നം കണ്ടു. കിഴക്കേ നടവഴി കയറാൻ പോയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഭഗവാൻ തിരിഞ്ഞിരിക്കുകയാണ്, പിന്നിൽ കൂടി പോയി കയറിക്കോളൂ എന്ന്. എന്തായിരിക്കും എന്ന് സവിതയ്ക്ക് തോന്നുന്നത് ഒന്ന് പറയാമോ? അറിയില്ല. ശ്രീ ഗുരുവായൂരപ്പൻ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എപ്പോഴും ഭഗവാൻ കിഴക്കോട്ട് തിരിഞ്ഞല്ലേ ഇരിക്കണമെന്ന് ചോദിക്കാറുണ്ട് എല്ലാവരും. അതെ, ശരിയാണ്, ഭഗവാൻ കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറേ ഗോപുരം വഴി കടക്കാനുള്ള ഓപ്ഷനൊക്കെ നമുക്കുണ്ട്. ഭഗവതി അമ്പലത്തിലൂടെയും പടിഞ്ഞാറേ ഗോപുരം വഴിയും ഒക്കെ നമുക്ക് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ തിരക്കില്ലാതെ പിന്നിൽ കൂടെ വന്ന് കയറിക്കോളൂ എന്നായിരിക്കും ഭഗവാൻ പറയണേ വിചാരിച്ചോളൂ. അല്ലാതെ എനിക്ക് അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായില്ല. അടുത്തതായിട്ട് സബിത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത, നാലമ്പല ദർശനം കർക്കിടകം കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുമോ? ഗുരുവായൂരിലും നാലമ്പലത്തിലും തൊഴാൻ ഒരുങ്ങിയതായിരുന്നു. പോകുന്ന ദിവസം ഉച്ചയായപ്പോൾ മുടക്കം വന്നു. സങ്കടം തോന്നി. ഭഗവാൻ എന്നോട് എന്തെങ്കിലും പിണക്കുണ്ടായിരിക്കും. മറ്റുള്ള മാസങ്ങളിലും നാലമ്പലം തൊഴാൻ പറ്റുമോ എന്ന് മറുപടി തരണേ. തീർച്ചയായിട്ടും. നോക്കൂ, കർക്കിടക മാസത്തിനെ പണ്ട് കാലത്ത് പഞ്ഞമാസം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആളുകൾ കണക്കാക്കിയിരുന്നത്.
എപ്പോഴും മഴയായിരിക്കും, പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട്, പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യത, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലമാണ് കർക്കിടകം എന്നുള്ളത് കൊണ്ട് കർക്കിടകത്തിലെ ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും വെറുതെ ഇരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു കർക്കിടക മാസം. അപ്പൊ ഈ പഞ്ഞമാസം പഞ്ഞമാസം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുക അല്ലേ? അപ്പൊ ആ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ അവരുടെ കഠിന പരിശ്രമത്തിലൂടെയാണ് ഇന്ന് കാണുന്ന കർക്കിടക മാസത്തിനെ രാമായണ മാസം എന്ന ലേബലിലൂടെ നമ്മളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. നമ്മൾ മലയാളികൾ എപ്പോഴും വികലമായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. അതെനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ കർക്കിടക മാസത്തിനെ നല്ലതാക്കാൻ വേണ്ടി ഒരു കൂട്ടം ജനത എന്താ പറയാ, രാമായണ മാസമായിട്ട് ആചരിക്കാം, നാലമ്പല ദർശനം, രാമായണ പാരായണം. അപ്പോൾ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ നമ്മൾ എന്താക്കി, രാമായണം വായിക്കണമെങ്കിൽ കർക്കിടക മാസം ആവണം, രാമനെ തുടങ്ങി കർക്കിടക മാസം ആവണം, അങ്ങനെയാക്കി മാറ്റിയില്ലേ അതിനെ. അങ്ങനെയല്ലല്ലോ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഈശ്വരനെ ഭജിക്കണം. പക്ഷെ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളപ്പോൾ കുറച്ചധികം നാമം ജപിക്കണം, അതാണ് ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. പക്ഷെ ഈ നാലമ്പല ദർശനത്തിന് മറ്റുള്ള മാസങ്ങൾ പറ്റുമോ ചോദിച്ചാൽ പറ്റും. ഒരു ബുദ്ധിമുട്ടുള്ളത് എന്താ വെച്ചാൽ കർക്കിടക മാസത്തിലാണ് ശത്രുഘ്നന്റെ അമ്പലം, മുഴികുളവും പായമ്പലവും ഒക്കെ എപ്പോഴും തുറന്നിരിക്കുക കേട്ടോ. എപ്പോഴും എന്ന് പറഞ്ഞാൽ ആകെ 1 മണിക്കൂർ എങ്ങാനും അവിടെ അടവുള്ളൂ പകൽ സമയത്ത്. ബാക്കിയുള്ള സമയത്തൊക്കെ തുറന്നിരിക്കും. ഈ നാലമ്പല ദർശനക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇങ്ങനെ തുറന്നിരിക്കുന്നത്. അപ്പോൾ അതല്ലാതെ സാധാരണ ദിവസങ്ങളിൽ ഇത്രയും നേരം ഒന്നും ഉണ്ടാവില്ല. 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലായിടത്തും അടയ്ക്കും. അപ്പൊ നമ്മൾ എല്ലാ അമ്പലത്തിലും കൂടി ഓടിയെത്തുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ നാലമ്പലത്തിന്റെ അത്രയും, നാലമ്പല ദർശനം നടക്കുന്ന കർക്കിടക മാസത്തിന്റെ അത്രയും തിരക്കുണ്ടാവില്ല ബാക്കിയുള്ള മാസങ്ങളിൽ. അപ്പൊ വേഗം പോയി എല്ലായിടത്തും തൊഴാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ആയാലും മതി. ഏത് സമയത്താണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്തിനാണ് മാസവും കാലവും തീയതിയും ആഴ്ചയും പക്കവും നാളും ഒക്കെ നോക്കണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടി കൂടാതെ പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. ചിങ്ങമാസത്തിലായാലും ഒരു കുഴപ്പമില്ല. അടുത്തതായിട്ട് അമ്പിളി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കൂടെ നിന്ന് എന്നോട് ചതിയും വഞ്ചനയും ചെയ്ത ഒരു വ്യക്തി എന്നെ പ്രാഗിക്കൊണ്ട് നടക്കുന്നു. ചേച്ചി, ആ പ്രാക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു മിനിറ്റ്. സബിതാജി, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സബിതാജി അങ്ങനെ മോശമായിട്ട് എടുത്തു എന്നല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പൊതുവെ നമ്മൾ മലയാളി സമൂഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ഒരു സംശയം തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്യാതെ തെറ്റാവും തോന്നുന്നത് എല്ലാവരും പറഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ കർക്കിടക മാസത്തിലെ രാമായണം വായിക്കാൻ പാടുള്ളൂ, കർക്കിടക മാസത്തിലെ നാലമ്പലം കാണാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാ മാസത്തിലും രാമായണം വായിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നാലമ്പല ദർശനവും ചെയ്യാം. ഇനി അമ്പിളിയുടെ ചോദ്യം, ചതിയും വഞ്ചനയും ചെയ്ത ഒരാൾ പ്രാഗി നടക്കുന്നു. നമ്മളല്ലല്ലോ അവരെ ചതിച്ചത്, നമ്മളല്ലല്ലോ അവരോട് വഞ്ചന ചെയ്തത്. നമ്മളെ ചതിക്കുകയും നമ്മളെ വഞ്ചിക്കുകയും ചെയ്ത് നമ്മളെ കുറിച്ച് മോശമായി പറയുകയും നമ്മളെ പ്രാഗുകയും ചെയ്ത നമുക്കൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല, യാതൊരു സംശയവും അതിൽ ഇല്ല. നമ്മളാണ് ഒരാളെ ചതി ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടണം. ആ ചതി പറ്റിയ ആൾക്ക് മനസ്സൊരുകി ഒന്ന് സങ്കടപ്പെട്ടാൽ മതി അവര്, അല്ലാതെ നമ്മളെ ശപിക്കൊന്നും വേണ്ട. സങ്കടപ്പെട്ടാൽ മതി, അത് നമുക്ക് ഏൽക്കാതിരിക്കൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ഏൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ കരുതിയിരിക്കണം. അതല്ലാതെ നമ്മൾ ഒരാളോട് ഒന്നും ചെയ്തിട്ടില്ല, നമ്മളെ ചതിക്കുകയും നമ്മളോട് വഞ്ചന ചെയ്യുകയും ചെയ്തു, എന്നിട്ട് അവര് നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മളെ പ്രാഗുക, അത് എന്താ അത് വെള്ളരിക്കാപട്ടണോ എന്ന് ചോദിക്കില്ലേ? അതുപോലെ എന്താ അത്, അവരെന്താച്ചാ പറഞ്ഞോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുകയേ ചെയ്യില്ല. പിന്നെ നാരായണനാമം ചൊല്ലുന്നവരെ ഒന്നും ബാധിക്കില്ല കേട്ടോ. വെറുതെ വിചാരിക്കുകയാണ്. മനസ്സ് ശുദ്ധമാക്കി വെച്ച് നാരായണനാമം എവിടെ എവിടെ ജപിക്കുന്നു അവിടെ ഗുരുവായൂരപ്പൻ എന്താ പറയാ കൊണ്ടു നടക്കും. ഉള്ളംകൈയിൽ വെച്ച് ആ ഭഗവാൻ നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിച്ച് പിടിക്കണത്. അപ്പോൾ അങ്ങനെ ഒരു ഭയമേ വേണ്ട കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ കൂടെ അത് തന്നെയായിരുന്നുള്ളൂ രണ്ടാമത്തെ. ബിന്ദു എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിതാ സോപാനം തൊഴൽ എത്ര മണിക്കാണ്, എന്തിൻ്റെ കൂടെയാണ് എന്നൊന്ന് എന്തിൻ്റെ കൂടെയെങ്കിലും പറഞ്ഞു തരുമോ? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഗുരുവായൂർ അടുത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് എന്ന് കേട്ടു, പാറപ്പുറത്താണ് ക്ഷേത്രം എന്നും
ആ പാറയുടെ പുറത്ത് ശ്രീകൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞു എന്നും കേട്ടു. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാമോ എന്നും. ഞാൻ ആ ക്ഷേത്രത്തിൽ ഇതുവരെ തൊഴുതിട്ടില്ല. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കല്ലുത്തിപ്പാറയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് ഞാനും ഒരുപാട് റീൽസിലൊക്കെ കണ്ടതേ ഉള്ളൂ. ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ, 3-4 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇനി സോപാനം തൊഴിൽ എപ്പോഴാ വരുന്നത് ചോദിച്ചാൽ, സോപാനം തൊഴിലിന് അങ്ങനെ സമയമൊന്നുമില്ല. ഇന്ന സമയത്തൊക്കെ എന്തായാലും സോപാനം തൊഴിലാവുമെന്ന് പറയാനേ പറ്റില്ല. ദീപാരാധന സമയത്തൊക്കെ ഇന്നലെ സോപാനം തൊഴിലായിരുന്നു, പക്ഷെ എത്രയോ കാലമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്നു. അത് തിരക്കിനനുസരിച്ച് മാത്രമാണ്. എന്നാൽ നിങ്ങൾ അത്താഴപൂജ നട തുറന്നതിന് ശേഷം ഒരിക്കലും നിങ്ങൾക്ക് സോപാനം തൊഴിൽ കിട്ടില്ല, ഇത്ര തിരക്കില്ലാത്ത ദിവസമാണെങ്കിലും. അതും പറയാട്ടോ, അത്താഴപൂജ നട തുറന്ന് ഉടനെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെന്താ വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലും അത്താഴപൂജ നട തുറന്നു കഴിഞ്ഞാൽ അന്ന് ഉപയോഗിച്ചിട്ടുള്ള വിളക്കുകളും പാത്രങ്ങളും എല്ലാം പുറത്തേക്ക് വെച്ച് ആ ശ്രീലകം മുഴുവൻ കഴുകി വൃത്തിയാക്കി അതിനുശേഷം ആ സമയം കൊണ്ട് ഈ വിളക്കുകളും പാത്രങ്ങളും എല്ലാം വാര്യന്മാരെടുത്ത് പാത്രം തേപ്പിലെ ആളുകളെ ഏൽപ്പിച്ച് അവരതൊക്കെ കഴുകി വാര്യന്മാർക്ക് തിരിച്ചേൽപ്പിച്ച് അവരിത് ശ്രീലകത്തേക്ക് തിരിച്ചേൽപ്പിക്കും. അത് ശ്രീലകത്തുള്ള ഈശാന്തി തിരിച്ചു വാങ്ങി കമിഴ്ത്തി വെക്കണം. പിറ്റേ ദിവസത്തേക്ക് എല്ലാം റെഡിയാക്കി വെക്കണം. ഇതാണ് നിയമം. അപ്പൊ ആ ഒരു സമയത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ പാത്രങ്ങളും ഉരുളികളും ഒക്കെയാണ് പുറത്തേക്ക് വെക്കുക. ആ സമയത്ത് നമ്മൾ അവിടെ മുമ്പിലൂടെ സോപാനത്തിലൂടെ നമ്മൾ പോയാൽ ഇതിങ്ങനെ എടുത്ത് മാറ്റും തിരിച്ചു വെക്കുകയൊക്കെ വേണ്ടേ. അപ്പൊ അതിനെ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് അത്താഴപൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് സോപാന തൊഴിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തതായിട്ട് വിജയസ് വേൾഡ് എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ കൃഷ്ണ വിഗ്രഹം പൂജാമുറിയിൽ വെക്കാൻ പാടുമോ? ഓടക്കുഴലുള്ള ഭഗവാനെയാണ് ഇപ്പോൾ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് ഗുരുവായൂർ പോയപ്പോൾ ഒരു വെണ്ണക്കണ്ണനെ വാങ്ങിക്കൊണ്ടുവന്നു. അത് പൂജാമുറിയിൽ വെക്കാമോ? ധാരാളമായിട്ട് വെക്കാം. എത്ര ഉണ്ണികൃഷ്ണന്മാരെ വേണമെങ്കിലും വെക്കാം. എൻ്റെ ഇല്ലത്ത്, എൻ്റെ പൂജാമുറിയിൽ ഈ ഒരു ഇല്ലം പണിത സമയത്ത് പൂജാമുറിയിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയ ഒരു വലിയ ഓടക്കുഴലൂതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനുണ്ട്. ഇനി ഒരു കല്യാണ കൃഷ്ണനെ എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇരുവശങ്ങളിലുമായി നീക്കി വെച്ച് നടുവിൽ എൻ്റെ ഇല്ലത്ത് എൻ്റെ മുത്തശ്ശിയായിട്ട് പൂജിച്ചിരുന്ന വെച്ച് ആരാധിച്ചിരുന്ന 75 വർഷമൊക്കെ പഴക്കമുള്ള ഒരു മണ്ണിൻ്റെ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹമാണ് ഇപ്പം ഞാൻ വിളക്ക് കൊളുത്തി വെക്കുന്ന വിഗ്രഹം. പിന്നെ എനിക്ക് വെണ്ണക്കണ്ണനെ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. വെണ്ണക്കണ്ണനെ വെച്ചിട്ടുണ്ട്. ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനെ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഉണ്ണികൃഷ്ണനെ വെച്ചിട്ടുണ്ട്. നിറയെ ഉണ്ണികൃഷ്ണന്മാരാണ്. പൂജാമുറി തുറന്നാൽ നിറയെ ഉണ്ണികൃഷ്ണന്മാരാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എത്ര വിഗ്രഹം വേണമെങ്കിലും വെക്കാം, എത്ര ഫോട്ടോസ് വേണമെങ്കിലും വെക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എവിടെ തിരിഞ്ഞാലും ഉണ്ണികൃഷ്ണനെ കാണണം, അല്ലെങ്കിൽ പൂജാമുറി നിറയെ ഉണ്ണികൃഷ്ണനെ കാണണമെങ്കിൽ അങ്ങനെ വെച്ചോളൂ. അതിലൊരു വിരോധവും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് ഓക്കെ, പ്രസീത എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, നെന്മിനി ഉണ്ണിയുടെ കഥ പറയാമോ? കഥ അറിയാം, എങ്കിലും സവിതയുടെ നാവിൽ നിന്ന് കേൾക്കാൻ മോഹം തോന്നുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ആ കഥ പറയാം അല്ലേ? ഇത് ആദ്യം തന്നെ കണ്ടിരുന്നെങ്കിൽ ആദ്യം ആ തുടക്കം അത് തന്നെ ആവായിരുന്നു അല്ലേ. ഞാൻ ഈ നെന്മിനി ഇല്ലം എന്നല്ല കേട്ടോ കേട്ടിരിക്കണേ. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ 13 ഇല്ലത്ത് കീഴ്ശാന്തിക്കാരുണ്ട്. ഒരു ക്ഷേത്രത്തിലെ കീഴ്ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽശാന്തിയുടെ തൊട്ട് താഴെയുള്ള പദവി എന്നാണ് അർത്ഥം. സാധാരണ കീഴ്ശാന്തി എന്ന് പറയുമ്പോൾ മേൽശാന്തിയോടൊപ്പം അല്ലെങ്കിൽ മേൽശാന്തിയെക്കാളും ഒരു ഡിഗ്രി കുറഞ്ഞെന്നോ ഒരു ഗ്രേഡ് കുറഞ്ഞെന്നോ എന്താ പറയേണ്ടത് അറിയില്ല. മേൽശാന്തിയുടെ സഹായിയാണ് മെയിനായിട്ട് കീഴ്ശാന്തിക്കാർ വരിക. അതായത് മേൽശാന്തി പൂജയൊക്കെ ചെയ്യുമ്പോൾ ആ പൂജയ്ക്ക് വേണ്ട നിവേദ്യ സാധനങ്ങൾ ഒരുക്കുന്നതിനും പൂജാദ്രവ്യങ്ങൾ ഒരുക്കുന്നതിനും ഒക്കെയാണ് കീഴ്ശാന്തിക്കാരുടെ ഡ്യൂട്ടി വരിക. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്രയധികം തിരക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നറുക്കെടുപ്പിലൂടെ മേൽശാന്തിയെ തിരഞ്ഞെടുത്ത് ആ മേൽശാന്തി ഇവിടെ 6 മാസം കാലം അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഓദിക്കനോ മേൽശാന്തിയോ ആയിരുന്ന ഒരാൾ അദ്ദേഹത്തിന് വളരെയധികം അർജന്റായിട്ട് അദ്ദേഹത്തിന് എവിടേക്കോ പോവേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, കീഴ്ശാന്തിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഡ്യൂട്ടിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ കീഴ്ശാന്തി പൂജയൊക്കെ കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഈ എന്താ പറയുക, ഒരു അച്ഛൻ തിരുമേനിയെ ഏൽപ്പിച്ചു എന്നൊക്കെ പറയില്ലേ, ഒരു വലിയ കാരണവരായിട്ടുള്ള കീഴ്ശാന്തിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു
പോകുന്ന സമയത്ത് അപ്പൊ ആ കീഴ്ശാന്തി അദ്ദേഹത്തിന് അന്നത്തെ ആ നേരം വരാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ അപ്പ തന്നെ ഉപനയനവും സമാവർത്തനവും ഒക്കെ കഴിഞ്ഞ് പണിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്ശാന്തി ഉണ്ണിയോട് പറഞ്ഞു, ഇന്ന് ഉണ്ണി ഉച്ചപൂജ നേദ്യം ചെയ്തോളൂ കേട്ടോ, അച്ഛന് തിരക്കുള്ളത് കൊണ്ടാണ്, ഉണ്ണി ചെയ്യണം. ഉണ്ണിക്ക് എല്ലാം അറിയില്ലേ ചോദിച്ചു. എനിക്ക് എല്ലാം അറിയാം, പൂജയും മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ണിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ണി ഇതൊക്കെ ചെയ്യില്ലേ ചോദിച്ചു. അച്ഛനോട് ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഈ ഉണ്ണി അകത്ത് കയറി, ഗുരുവായൂരപ്പന്റെ ശ്രീലകത്ത് കയറി. നേദ്യത്തിന് നടയടച്ച സമയമാണ്. ആ നടയടച്ചു. പുറത്ത് അത്യാവശ്യം ഭാര്യമാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം നടയടച്ച് ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, നേദ്യത്തിന്റെ എല്ലാം, നേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ നേദ്യം വെച്ച് അതിൽ ഉപസ്തരിച്ച്, അതായത് നെയ്യ് വെച്ച് അതിനുശേഷം ഭഗവാന് പ്രാണാദി കൊടുക്കുക എന്നാ പറയുക. അതൊരു മന്ത്രപൂർവ്വം നിങ്ങൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ എന്താ പറയുക ആക്ഷനോട് കൂടിയിട്ട് ഇതിങ്ങനെ ഉരുട്ടി ഭഗവാന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന പോലത്തെ ആക്ഷൻസ്, അതിൻ്റെ കൂടെ മന്ത്രവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ 5 പ്രാണാദിയൊക്കെ കഴിഞ്ഞു. എന്ത് ചെയ്തിട്ടും ഉണ്ണികൃഷ്ണൻ വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഈ ഉണ്ണിയുടെ വിചാരം ഈ 5 പ്രാണാദിയൊക്കെ കഴിഞ്ഞ് ഈ എല്ലാ മന്ത്രങ്ങളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ വന്ന് ഭക്ഷണം കഴിക്കും എന്നാണ്. നോക്കുമ്പോ കഴിച്ചിട്ടില്ല. അപ്പൊ ഉണ്ണിക്ക് ആകെ പരിഭ്രമായി. അയ്യോ, ഇനിയിപ്പൊ ഇത് മന്ത്രങ്ങൾ എന്തെങ്കിലും തെറ്റിപ്പോയതുകൊണ്ടാണോ ഉണ്ണികൃഷ്ണൻ കഴിക്കാത്തത്? അദ്ദേഹത്തിന് ആകെ പരിഭ്രമായി. അദ്ദേഹം വിചാരിച്ചു ഒന്നുകൂടി ചെയ്യാം. ഒന്നുകൂടി ഇതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടും ഒരനക്കവും ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ ഉണ്ണികൃഷ്ണ അത്, ഭക്ഷണം കഴിക്കണ്ടേ, വിശക്കില്ലേ? എന്താ ഞാൻ തന്നാ കഴിക്കില്ല എന്നുണ്ടോ? എൻ്റെ അച്ഛൻ തന്നാലേ കഴിക്കുള്ളൂ എന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഒരനക്കൂല്ല. അപ്പോ ഇദ്ദേഹത്തിന്റെ വിചാരം ആ വിഗ്രഹത്തിൽ നിന്ന് അപ്പൊ ഉണ്ണികൃഷ്ണൻ ഇറങ്ങി വന്ന് ഇതൊക്കെ കഴിക്കും എന്നായിരുന്നു അത്രയും ദിവസം വിചാരിച്ചിരുന്നത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയാ കഴിക്കാലേ, വെറും ഒരു നേദ്യച്ചോറ്, ഇത് മാത്രം ആയാൽ എങ്ങനെയാ കഴിക്കുക? ഉണ്ണിക്കും ഉണ്ടാവില്ലേ ഒരു മടുപ്പൊക്കെ? ഞാനൊരു കാര്യം ചെയ്യാം, വേഗം പോയിട്ട് ഉപ്പു മാങ്ങ കൊണ്ടുവന്ന് തരാം എന്ന്. കുറച്ച് ഉപ്പും മാങ്ങയും കുറച്ച് തൈരും ഒക്കെ ആരും കാണാതെ ഉണ്ണി അങ്ങോട്ട് സംഘടിപ്പിച്ചു എന്നാണ് കഥയിൽ പറയണേ കേട്ടോ. ഇതൊക്കെ പ്രാക്ടിക്കലി ചിന്തിച്ച് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കൂടി ഉരുട്ടി കുഴച്ച്, ഇത് കഴിക്കൂ ഉണ്ണികൃഷ്ണ, അല്ലെങ്കിൽ അച്ഛൻ വന്നാൽ എനിക്ക് വഴക്ക് കേൾക്കില്ലേ, ഞാൻ ചെയ്ത മന്ത്രത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റി എന്ന് വെച്ചാൽ എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉരുട്ടി ആ ഉണ്ണികൃഷ്ണന്റെ വിഗ്രഹത്തിന് നേരെ കാണിച്ചു. ഉണ്ണിക്കൊരു സംശയം ഉണ്ടായില്ല കേട്ടോ. കാരണം എന്താ, നമ്മുടെ ഉണ്ണികൃഷ്ണന് ഒരു സംശയവും ഉണ്ടായില്ല. വേഗം വന്നു കുഞ്ഞുവായ അങ്ങോട്ട് തുറന്നു. എന്താ കാരണം, ഈ പറയുന്ന കീഴ്ശാന്തി ഉണ്ണിക്ക് ഒരു സംശയവും ഇല്ല ഉണ്ണികൃഷ്ണൻ വരും ഊണ് കഴിക്കുമെന്ന്. വരുമോ, ഊണ് കഴിക്കുമോ എന്നൊന്നുമല്ല, വരൂ ഉണ്ണികൃഷ്ണ ഒന്ന് കഴിക്കൂ, ഞാൻ തന്നിട്ടാണോ കഴിക്കാത്ത, എൻ്റെ അച്ഛൻ തരുമ്പോ കഴിക്കണില്ലേ എന്നൊക്കെയാ ചോദിക്കണേ. അപ്പോ ഉണ്ണികൃഷ്ണൻ കുഞ്ഞുവായി അങ്ങോട്ട് തുറന്നു. ഈ ഉണ്ണിയാണെങ്കിലോ ഉരുട്ടി ഓരോ ഉരുളയായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ വായിൽ കൊടുത്തു. ഓരോ ഉരുള കൊടുക്കുമ്പോഴും ഇതെങ്ങനെയുണ്ട്, സന്തോഷായോ, ഉണ്ണിക്ക് വയറ് നിറഞ്ഞോ, ഇനി വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. പുറത്ത് ഏതാണ്ട് ഒരു 20 മിനിറ്റ് നേരെ വേണ്ടു ഒരു നേദ്യത്തിന് എത്ര. അപ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്നവരെ 20 മിനിറ്റ് കഴിഞ്ഞു, 25 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, 40 മിനിറ്റ് കഴിഞ്ഞു, എന്നിട്ടും ഉണ്ണി ഇങ്ങോട്ട് ഇറങ്ങി വരണത് കാണാനില്ല. അവരെങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവസാനം ഉണ്ണി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എങ്ങനെയാ, കയ്യിലൊക്കെ ചോറൊക്കെ പറ്റി ആ എന്താ പറയാ തൈര് കൂട്ടി കുഴച്ച് കഴിച്ച ഭാവത്തിലാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോ ഉണ്ണികൃഷ്ണനെ നേദിക്കാന്നും പറഞ്ഞ അകത്ത് കയറിയിരുന്ന് ഊണ് കഴിക്കുകയായിരുന്നു അല്ലേ എന്നാണ് എല്ലാവരും ചോദിച്ചത്. അപ്പൊ ഉണ്ണി സംശയിച്ചൊന്നുമില്ല, ഞാനല്ല കഴിച്ചത്, ഉണ്ണികൃഷ്ണനാണ് കഴിച്ചത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ നേദ്യത്തിന്റെ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് വെക്കുകയും ചെയ്തു. അപ്പോൾ ഈ നേദ്യച്ചോറിനൊക്കെ അവകാശികളുണ്ട്. അന്നത്തെ കാലത്ത് അമ്പലവാസികളായിട്ടുള്ള ആളുകൾക്ക് അമ്പലത്തിൽ നിന്ന് എന്ത് നിവേദ്യ സാധനങ്ങളാണോ ലഭിക്കുന്നത് അത് മാത്രമേ ഭക്ഷണമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് സങ്കടമായി. അവരുടെ അന്നത്തെ ദിവസത്തിലെ ഭക്ഷണമൊന്നും ബാക്കിയില്ല, ഒക്കെ ഉണ്ണി അകത്തിരുന്ന് കഴിച്ചു. എന്നാലും ഉണ്ട് ഉണ്ണി ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. തിരിച്ച് അദ്ദേഹത്തിന്റെ അച്ഛൻ വന്ന സമയത്ത്
ഈ ഉണ്ണിയെ കുറിച്ച് എല്ലാവരും പറഞ്ഞു, ഉണ്ണി ചെയ്തതൊട്ടും ശരിയായില്ല, പുണ്യാഹോനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അകത്ത് കയറി ഇരുന്നിട്ട് എച്ചിലും മറ്റും ഇല്ലാതെ ഭക്ഷണം കഴിക്കുകയാണോ ചെയ്യുക. ആ ഉണ്ണികൃഷ്ണനെ നേദിച്ചു എന്ന് ആർക്കറിയാം? നേദിച്ചു എന്നാ പറയണത്. നേദിച്ചിട്ടുള്ള ഭക്ഷണമൊക്കെ അകത്ത് നിന്ന് തന്നെ കഴിച്ചു. അപ്പൊ ഈ ഉണ്ണി പറഞ്ഞു, ഞാനല്ല കഴിച്ചത്, അത് ഉണ്ണികൃഷ്ണനാണ് കഴിച്ചത് എന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണ്ടോ വിശ്വസിക്കണു? ആ അച്ഛന് വല്ലാത്തൊരു മനപ്രയാസമായി. അച്ഛൻ പറഞ്ഞു, എന്നാലും എൻ്റെ ഉണ്ണി ഉണ്ണി എന്നെ എങ്ങനെ പറയിപ്പിച്ചില്ലേ, അച്ഛൻ എത്ര നന്നായിട്ട് പറഞ്ഞു തന്നതാ. ഞാൻ എല്ലാ മന്ത്രങ്ങളും ചൊല്ലി, അച്ഛൻ പറഞ്ഞു തന്ന മന്ത്രങ്ങളൊക്കെ തെറ്റുകൂടാതെ ഞാൻ ചൊല്ലിയതാണ്. ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം ചൊല്ലി. എന്നിട്ടും എന്താ ഉണ്ടായി? ഉണ്ണികൃഷ്ണൻ വന്നില്ല. അവസാനം ഞാൻ നല്ലോണം കുറച്ച് തൈരും ഉപ്പുമാങ്ങിയും ഒക്കെ കൊടുത്തപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ വന്ന് ഊണ് കഴിച്ചത്. അതൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് നിശ്ചയില്ലായിരുന്നു, ഞാൻ പിന്നീട് സംഘടിപ്പിച്ചതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും ഉണ്ടോ വിശ്വസിക്കണു? അവസാനം അച്ഛനെ എല്ലാവരും കൂടി കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ ഒന്നാ കൊടുത്തു ഉണ്ണിക്ക്. ഇനി ഇങ്ങനെ ചെയ്യൂ എൻ്റെ ഉണ്ണി എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അടിക്കാൻ തുടങ്ങിയതും ശ്രീലകത്ത് നിന്ന് ശരീരം ഉണ്ടായി. ഇത്രേ, ഊണ് കഴിക്കുന്നത് തെറ്റാണ്, തല്ല് മുഴുവൻ കൊള്ളേണ്ടത് ഞാൻ തന്നെയാണ് കേട്ടോ എന്നാണ് ഇത്രേ അകത്ത് നിന്ന് ശരീരം ഉണ്ടായത്. ഇത് കേട്ടപ്പോ ആ ഉണ്ണിയെ നമസ്കരിക്കാത്തവരായിട്ട് ആരും ഇല്ല കേട്ടോ. ഇത് കീഴ്ശാന്തിക്കാരാണ് ചെയ്തത് എന്ന് പറയാനൊരു കാരണമുണ്ട്. അതിനുശേഷം ആ കീഴ്ശാന്തി പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ വിഗ്രഹം തൊടാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കി. എന്താ ചെയ്യാ, കീഴ്ശാന്തിക്കാരെ മനസ്സറിഞ്ഞ് വിളിച്ച ഗുരുവായൂരപ്പൻ ഇപ്പോഴും കൂടെ ഇങ്ങോട്ട് പോരുന്നാണ് എല്ലാരും പറയാറുള്ളതേ. അപ്പോ അതുകൊണ്ട് വിഗ്രഹം തൊടണ്ട കേട്ടോ. തിടമ്പെഴുന്നള്ളിക്കലൊക്കെ അവരുടെ അവകാശമാണ്, പക്ഷെ വിഗ്രഹം തൊടണ്ടെന്നൊരു നിയമം വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നെന്മിനി ഇല്ലമല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാൻ കാരണം നെന്മിനി ഇല്ലക്കാരെ ഇവിടുത്തെ കീഴ്ശാന്തി അവകാശികളല്ല. അതുകൊണ്ട് ഏതോ ഒരു കീഴ്ശാന്തി ഇല്ലത്തെ ഉണ്ണിയാണ് എന്നാണ് ഞാൻ ഈ കഥ കേട്ടിരിക്കുന്നത്. എന്തായാലും നമ്മളുടെ ഉണ്ണികൃഷ്ണന് ഒരു പാട്ടില് പറയുന്നത് പോലെ, ആരാ പറഞ്ഞേ ഉണ്ണികൃഷ്ണൻ വരില്ലാന്ന്, ആരാ പറഞ്ഞേ ഉണ്ണികൃഷ്ണൻ പാട്ട് പാടില്ലാന്ന്, ആരാ പറഞ്ഞേ ഉണ്ണികൃഷ്ണൻ ഉറങ്ങില്ല, ഉണ്ണില്ല, നൃത്തം ചെയ്യില്ല എന്നൊക്കെ. എല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചെയ്യും. എങ്ങനെ വേണം ഓരോന്നും ചെയ്യാൻ? ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ശബരിയെ പോലെ കൊടുക്കൂ എന്ന് നമ്മളോട് പറയാറുണ്ട്. ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആ കീഴ്ശാന്തി ഉണ്ണിയെ പോലെ കൊടുക്കൂ. വരില്ല വിചാരിച്ചിട്ടല്ല, എൻ്റെ ഉണ്ണികൃഷ്ണൻ ഇത് സ്വീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നൽകി നോക്കൂ, എന്തും ഭഗവാൻ സ്വീകരിക്കും. അതേപോലെ ആരാ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പാട്ട് പാടില്ല എന്ന്? മീരയെ പോലെ പാടൂ നിങ്ങൾ. മീരയോടൊപ്പം പാടുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആരാ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ നൃത്തം ചെയ്യില്ല എന്ന്? ഗോപികമാരെ പോലെ നിങ്ങൾ നൃത്തം ചെയ്യൂ, ഉണ്ണികൃഷ്ണൻ നിങ്ങളോടൊപ്പം വന്ന് നൃത്തം ചെയ്യും. ആരാ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ ഉറങ്ങില്ല എന്ന്? യശോദമ്മയെ പോലെ ഉറക്കി നോക്കൂ, ഉണ്ണികൃഷ്ണൻ ഉറങ്ങും. ഇങ്ങനെയുള്ള ഒരു സന്ദേശം തന്നെയാണ് അല്ലേ. ആരാ പറഞ്ഞ ഉണ്ണി ഭക്ഷണം കഴിക്കില്ല എന്ന്? നിങ്ങൾ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്ത് നമ്മുടെ ഉണ്ണിക്കാണ് എന്ന് പറഞ്ഞ് ആ പൂജാമുറിയുടെ ഉമ്മറത്ത് അവിടെ ഒന്ന് കൊണ്ടുവച്ച് നോക്കൂ. ഉണ്ണി കൃഷ്ണ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞു നോക്കൂ, ഉണ്ണികൃഷ്ണൻ അത് സ്വീകരിച്ചിരിക്കും. അടുത്തതായിട്ട് ശ്രീലത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മകൻ മദ്യപിക്കുന്നുണ്ട്, ഭഗവാന് താമരപ്പൂ സമർപ്പിച്ചു, എന്നിട്ടും മദ്യപാനം നിർത്തുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓരോരോ സങ്കടം ഭഗവാൻ എനിക്ക് തരികയാണ്, എൻ്റെ സങ്കടങ്ങൾ മാത്രം ഭഗവാൻ കേൾക്കുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന്. എല്ലാ തവണ വരുമ്പോഴും താമരപ്പൂ കൊണ്ടുവന്ന് സമർപ്പിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നേരിയാക്കി തരുന്ന ഉറച്ചു വിശ്വസിക്കുക. നോക്കൂ, എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരാളുടെ ശീലം മാറ്റണം എന്നാണ് നമ്മൾ ഒരു താമരപ്പൂവോ അല്ലെങ്കിൽ ഒരു 12 താമരപ്പൂവോ സമർപ്പിച്ച് പറയുന്നത്. പറ്റില്ല. ഭഗവാനാണെങ്കിലും ഭഗവാൻ ഒരു സമയം എല്ലാത്തിനും നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ സമയം വരെയും നമ്മൾ കാത്തിരിക്കണം. ഉണ്ണികൃഷ്ണൻ ഉറപ്പായും എന്നെ കൈവിടില്ല എന്ന ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണോ? ഉണ്ണി അനുഗ്രഹിക്കാൻ തയ്യാറാണ്, യാതൊരു സംശയവും അതിലില്ല. കാത്തിരിക്കൂ ഉണ്ണികൃഷ്ണന്റെ അനുഗ്രഹത്തിനായിട്ട് കേട്ടോ.
അടുത്തതായിട്ട് സവിത നമസ്കാരം, ഞാൻ ലക്ഷ്മി ദേവി. സവിത പറഞ്ഞതുപോലെ ഞാൻ ശ്രീ ഗുരുവായൂരപ്പനെ അഹസ് വഴിപാട് ഷീട്ടാക്കി. 1 മാസം കഴിഞ്ഞതും എൻ്റെ മോൾക്ക് താൽക്കാലികമായിട്ടൊരു ജോലി കിട്ടി. അതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. ഇനി അവളുടെ വിവാഹം കൂടി നടന്നു കാണുവാൻ ആഗ്രഹമുണ്ട്. അത് നടക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താം എന്ന് നേർന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവളുടെ അച്ഛന് സുഖമില്ല, കിഡ്നിക്ക് സുഖമില്ലാതെ ഡയാലിസിസ് ചെയ്യുകയാണ്. സവിതമോളും നമ്മുടെ കൃഷ്ണാരി മിത്രങ്ങളും എല്ലാവരും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ അടുത്ത ശ്രീലതമ്മയ്ക്ക് തോന്നും, 1 മാസം കൊണ്ട് അഹസ് ഷീട്ടാക്കിയപ്പോൾ ആ കുട്ടിക്ക് ജോലി കിട്ടിയില്ലേ, എൻ്റെ മകൻ്റെ മദ്യപാനം എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്ന്. നോക്കൂ, നമ്മളെല്ലാവരും ജീവിതമാകുന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാളുടെ പേപ്പറിന്റെ ഉത്തരമല്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. ഒരാളെ അനുഗ്രഹിക്കുന്ന രീതിയിലല്ല ശ്രീ ഗുരുവായൂരപ്പൻ മറ്റൊരാളെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് കാത്തിരിക്കുക തന്നെ വേണം കേട്ടോ. ഈ കുട്ടിക്ക്, അതായത് ലക്ഷ്മി ചേച്ചിയുടെ മകൾക്ക് നല്ലൊരു അലയൻസ് വരാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. ശ്രീ ഗുരുവായൂരപ്പന് സ്വയംവരം കൃഷ്ണനാട്ടം കളി നേർന്നോളൂ. അതുപോലെ തന്നെ വെറ്റിലടയ്ക്ക വഴിപാട് നടത്തിക്കോളൂ കേട്ടോ. അമൃത എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഞാനൊരു സങ്കടത്തിലാണ് ഇപ്പോൾ. കുറച്ചായിട്ട് എന്തിനും തടസ്സങ്ങളാണ്, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും. അത് മാറാൻ എന്താണ് ചെയ്യുക? വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കൂ. ഇവിടെ ശ്രീ ഗുരുവായൂരപ്പനെ ഓഫീസ് ഗണപതി അല്ലെങ്കിൽ കാര്യാലയ ഗണപതി എന്ന് പറഞ്ഞ ഒരു കിരീടം ക്ഷേത്രം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ലേ? മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ തൊട്ട് പുറകുവശത്തായിട്ട് ഒരു കുഞ്ഞു ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, ഗണപതി സാന്നിധ്യമുള്ള ഒരു ഇടമുണ്ട്. അവിടെ നാളികേരം മുടക്കാം. അതുപോലെ തന്നെ 2 നേരവും അവിടെ ഗണപതി പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പൂജയിൽ പങ്കാളിയാവാൻ നമുക്കും സാധിക്കും. തൊട്ടടുത്തുള്ള കിഴക്കേ പുഷ്പകം എന്ന ആ ഗൃഹത്തിലാണ് ഇതിൻ്റെ ഷീട്ടാക്കേണ്ടത്. അവിടെ പോയിട്ട് 60 രൂപ കൊടുത്താൽ നമുക്ക് വിഘ്നേശ്വരന് പൂജ ചെയ്യാൻ, രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരവും പൂജയുണ്ട്, അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്തോളൂ കേട്ടോ. ഗുരുവായൂർ വരുമ്പോൾ നേർന്നു വെച്ചോളൂ, ചെയ്തോളൂ വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. മുമ്പ് പെൻഡിങ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, രമാസുധി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഞാനും എൻ്റെ മോളും കൂട്ടുകാരെ പോലെ ആയിരുന്നു. ഞാനിപ്പോൾ ഒരു പ്രവാസിയാണ്. മോളിപ്പോൾ ഒരു ജോലിയുണ്ട്, കുഴപ്പമില്ലാതെ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യുമായിരുന്നു. ഇത് ഞാൻ ഇന്നലെ വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടിക്ക് നല്ല ദേഷ്യമാണ്, ഓരോന്ന് പറഞ്ഞ് തല്ലുകൂടും. എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വായിച്ച പോലെ തോന്നുന്നുണ്ട്. നാരായണീയത്തിലെ 38ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് എന്ന് തോന്നുന്നു എനിക്ക്. അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കഥകളൊക്കെ ഞാൻ ആലോചിച്ച് വെച്ച് അതും കൊണ്ടുവരാം കേട്ടോ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.